ക്രിസ്തുവിന്റെ സഭയെ ഒരാട്ടിൻ കൂട്ടമായിട്ട് ഉപമിച്ചിട്ടുണ്ട് എങ്കിൽ ആ സഭയുടെ ഇടയനാണ് യേശു. നാം എല്ലാവരും ആ ഇടയന്റെ ആടുകളാണ്. ക്രിസ്തുവിന്റെ സഭയെ ഒരു കെട്ടിടമായിട്ട് ഉപമിച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിന്റെ മൂലക്കല്ല് ക്രിസ്തുവും അടിസ്ഥാന കല്ലുകൾ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും നമ്മളെല്ലാവരും ജീവനുള്ള കല്ലുകളുമാണ്. ക്രിസ്തുവിന്റെ സഭയെ ഒരു ശരീരമായിട്ട് ഉപമിച്ചിട്ടുണ്ട്. അതിൽ നാം അവയവങ്ങളും കർത്താവ് ശിരസ്സുമാണ്. ഈ ക്രിസ്തുവിന്റെ സഭയിൽ അംഗങ്ങൾ ഉണ്ടാകുന്നത് മതം മാറ്റത്തിലൂടെയല്ല, ബയോളജിക്കലായിട്ടുള്ള ഒരു ജനനത്തിലൂടെയുമല്ല, രക്ഷിക്കപ്പെടുന്നതിലൂടെയാണ്, വീണ്ടും ജനിക്കുന്നതിലൂടെയാണ് ഒരാൾക്ക് ക്രിസ്തുവിന്റെ സഭയിൽ അംഗമാകാനായിട്ട് കഴിയും. ക്രിസ്തുവിന്റെ സഭയിലേക്ക് ഒരാൾ വരുന്നത് രക്ഷിക്കപ്പെടുന്നത് കൊണ്ടാണ്. രക്ഷിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമേ ഒരാൾക്ക് ക്രിസ്തുവിന്റെ സഭയിൽ വരാൻ ഒക്കൂ. രക്ഷിക്കപ്പെടുന്നവർ മാത്രമേ ക്രിസ്തുവിന്റെ സഭയിലുള്ളൂ. ഇതാഴമായി അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ജനിച്ചതുകൊണ്ടും വളർന്നതുകൊണ്ടും നമ്മൾ ക്രിസ്തുവിന്റെ സഭയിൽ ആണെന്ന് തോന്നും. സംഘടനയും സഭയും രണ്ടും രണ്ടാണ്. കർത്താവിന്റെ വരവിൽ ഒരു സംഘടനയും എടുക്കപ്പെടുകയില്ല. എന്നാൽ കർത്താവിന്റെ വരവിൽ സഭ എടുക്കപ്പെടും. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, കർത്താവിന്റെ വരവിൽ ഒരു ക്രിസ്തീയ സംഘടനയും എടുക്കപ്പെടുകയില്ല. ക്രിസ്തീയ സംഘടനകളൊന്നും മോശമല്ല, അതൊക്കെ നല്ലതാണ്. ആ സംഘടനയിലുള്ള ദൈവസഭ മാത്രം എടുക്കപ്പെടും.